ഏണസ്റ്റ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കായിട്ടൊരു അപ്ഡേഷനുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമുക്കറിയാം മാർച്ച് 1 ഗസറ്റിലായിരുന്നു ഈ നോട്ടിഫിക്കേഷൻ PSC പബ്ലിഷ് ചെയ്തിരുന്നത്. അതിനുശേഷം ഏപ്രിൽ 3 വരെയായിരുന്നു ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഈ കാലയളവിനുള്ളിൽ എത്ര പേരാണ് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്തത്, അതുപോലെ കോമ്പറ്റീഷൻ ലെവൽ എന്താകും തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. FSO പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തവരുടെ എണ്ണം PSC കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഉൾപ്പെടെ 36,650 പേരാണ് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇത്രയും വലിയൊരു നമ്പർ ഓഫ് ആപ്ലിക്കൻസ് വന്നതിനുള്ളൊരു മറുപടി ഞാൻ പറയാം. നമുക്കറിയാം ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് വെറ്റിനറി സയൻസ്, അഗ്രികൾച്ചർ സയൻസ്, അതുപോലെ ഫുഡ് ടെക്നോളജി, ഡയറി ടെക്നോളജി തുടങ്ങിയ ക്വാളിഫിക്കേഷൻ അതിൽ ഡിഗ്രി ഉള്ളവർക്കെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റായിരുന്നു ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെത്. സോ അതുകൊണ്ട് തന്നെ ആപ്ലിക്കൻസിൻ്റെ എണ്ണം കൂടി. അപ്പം കോമ്പറ്റീഷൻ ലെവൽ എന്താ എന്ന് ചോദിക്കുന്നവരോട് നമുക്കറിയാം PSC ഒരു എക്സാം നടത്തുന്നതിന് മുമ്പ് കൺഫർമേഷൻ സ്വീകരിക്കാറുണ്ട്. അപ്പോൾ കൺഫർമേഷൻ ടൈമിൽ കുറച്ച് പേര് പുറത്താകാറുണ്ട്. അതായത് കൺഫർമേഷൻ കൊടുക്കാതെ തന്നെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ പുറത്താകാറുണ്ട്. അപ്പം ഈ 36,650 പേര് എന്നൊരു എണ്ണത്തിൽ നിന്നും ഇനിയും ആൾക്കാരുടെ എണ്ണം കുറയും. അതിനുശേഷം ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവായിരിക്കും. അതായത് ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്ത് ഈ പരീക്ഷയെ നേരിടുന്ന ആൾക്കാരുടെ എണ്ണവും കുറവായിരിക്കും. അപ്പോൾ ഈ ടോട്ടൽ ആപ്ലിക്കൻസിൽ നിന്നും ഒരു 30-40% ആൾക്കാരോട് വേണ്ടി മാത്രമായിരിക്കും നിങ്ങളുടെ എക്സാക്ട് മത്സരമുള്ളത്. സോ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഈ എണ്ണം കണ്ടൊന്നും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ പ്രിപ്പറേഷനുമായിട്ട് തന്നെ മുന്നോട്ട് പോവുക. നിങ്ങൾക്കൊരു വിജയം ഉറപ്പായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് നമ്മളോട് കുറച്ച് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയിട്ടുണ്ടോ എന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ളൊരു മറുപടി പറയാം. കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നത് 2019 അതിൽ പ്രകാരം പരീക്ഷ നടത്തിയ റാങ്ക് ലിസ്റ്റ് ജൂൺ 9, 2022 നിലവിൽ വന്നത്. അപ്പം ഈ റാങ്ക് ലിസ്റ്റ് ഇപ്പോഴും നിലവിലുണ്ട്. ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്നത് ജൂൺ 8, 2025 മാത്രമായിരിക്കും എക്സ്പയർ ആവുന്നത്. ഇതുവരെ ടോട്ടൽ 55 അഡ്വൈസാണ് ഈ തസ്തികയ്ക്ക് വേണ്ടി പോയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇനി ഒരു വർഷത്തോളം തന്നെ റാങ്ക് ലിസ്റ്റ് നിലവിൽ ഉള്ളതുകൊണ്ട് ഇനിയും കൂടുതൽ അഡ്വൈസ് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ അന്ന് ആ ടെസ്റ്റിൽ മാക്സിമം മാർക്ക് ലഭിച്ച 72.33. എത്ര പേരുണ്ടായിരുന്നു ആ റാങ്ക് ലിസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 114 പേരായിരുന്നു മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ കുറച്ച് പേരുണ്ടായിരുന്നു. നമ്മുടെ മെയിൻ ലിസ്റ്റിലെ കാര്യമാണ് പറയുന്നത്. 114 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത്. അപ്പോൾ ഇനി ഒരു റാങ്ക് ലിസ്റ്റ് PSC തയ്യാറാക്കും. നമുക്കറിയാം ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ആൾക്കാരുടെ എണ്ണമൊക്കെ വെട്ടിച്ചുരുക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അപ്പോൾ PSC റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ എപ്പോഴും ചെയ്യുന്നത് ഒന്നെങ്കിൽ കഴിഞ്ഞ ടോട്ടൽ അഡ്വൈസിൻ്റെ എണ്ണം, അല്ലെങ്കിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന എണ്ണം, അല്ലെങ്കിൽ വേക്കൻസിയുടെ എണ്ണത്തിന് ആനുപാതികമായിട്ടായിരിക്കും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. സോ ഇനി ഒരു പുതിയ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ കഴിഞ്ഞ ടോട്ടൽ അഡ്വൈസിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം പുതിയ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. അപ്പോൾ കോമ്പറ്റീഷൻ ലെവൽ ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിപ്പറേഷൻ നടത്തുന്നവർ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക. കാരണം ഇനിയും വരുന്ന റാങ്ക് ലിസ്റ്റ് ചുരുക്കാനുള്ള ഒരു സാധ്യതയാണ് മുന്നിലുള്ളത്. ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഏണസ്റ്റ് അക്കാദമി ഒരു ഫ്രീ ലൈവ് മാരത്തോൺ ക്ലാസ് കണ്ടക്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് ഡയറി ടെക്നോളജി അതുപോലെ വെറ്റിനറി സയൻസിൻ്റെ ക്ലാസ്സുകൾ നടന്നിരുന്നു. അപ്പോൾ ഇനിയും വരാൻ പോകുന്ന ക്ലാസ്സുകൾ അഗ്രികൾച്ചർ സയൻസിൻ്റെ ലൈവ് ക്ലാസ് ഏപ്രിൽ 23 നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 28 ഏപ്രിലിന് ഫുഡ് ടെക്നോളജിയുടെ ക്ലാസ്സും നമ്മൾ ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് നമ്മുടെ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുക്കാം. ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഈ ലൈവ് ക്ലാസ്സിൽ ഗൂഗിൾ മീറ്റ് വഴി ജോയിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ, ആ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ആ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഫാക്കൽറ്റിയോട് ചോദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും. ഇതുകൂടാതെ ഈ ക്ലാസ് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ലൈവ് സ്ട്രീമും ചെയ്യുന്നതായിരിക്കും. ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഏണസ്റ്റ് അക്കാദമി ഒരു ഫോക്കസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് അധ്യാപകർ കണ്ടക്ട് ചെയ്യുന്ന ക്ലാസ്സോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഓരോ സബ്ജക്റ്റിലും ഫുഡ് ടെക്നോളജി ആയിക്കോട്ടെ, ഡയറി ടെക്നോളജി, വെറ്റിനറി സയൻസ്, അഗ്രികൾച്ചർ സയൻസ്, മൈക്രോബയോളജി, ബയോകെമിസ്ട്രി തുടങ്ങിയ സബ്ജക്റ്റുകളെല്ലാം തന്നെ എക്സ്പെർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് കണ്ടക്ട് ചെയ്യുന്ന ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതുമാത്രമല്ല എക്സാം വരെയും ഗൈഡൻസിനായിട്ടൊരു മെൻറ്റർഷിപ്പ് സപ്പോർട്ടും നമ്മുടെ ഈ ഫോക്കസ് ബാച്ചിൻ്റെ പ്രത്യേകതയാണ്. കൂടാതെ PSCയുടെ നിലവാരത്തിലുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരവും നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകും. ഓരോ മൊഡ്യൂളിൻ്റെയും ക്ലാസ്സുകൾ കഴിയുന്നതനുസരിച്ച് ഓരോ മൊഡ്യൂളിനും വേണ്ടിയിട്ട് പ്രത്യേകം റിവിഷൻ ക്ലാസ്സുകളും റിവിഷൻ ടെസ്റ്റുകളും നമ്മുടെ ഈ ഫോക്കസ് ബാച്ചിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ അതേ മെൻറ്റാലിറ്റി ഉള്ള ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ചേർന്ന ഒരു വാട്സാപ്പ് കമ്മ്യൂണിറ്റി നമ്മുടെ ഈ ഫോക്കസ് ബാച്ചിൻ്റെ ഫീച്ചേഴ്സാണ്. അപ്പോൾ ഈ ബാച്ചിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനും അതുപോലെ ഏണസ്റ്റ് അക്കാദമിയുടെ ഫ്രീ മാരത്തോൺ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനുമായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. ഫുഡ് സേഫ്റ്റി ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ക്ലാസ്സുകൾ വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.